കടുത്ത ചൂടിൽ വയലേലകൾക്കൊപ്പം കർഷകന്റെ പ്രതീക്ഷകളും കരിഞ്ഞുണങ്ങുകയാണ്. കൊല്ലം ചാത്തനാംകുളത്തെ 7000 ഏക്കർ കണക്കിന് എള്ളും പയറും ഉഴുന്നുമെല്ലാം കൊടുംവേനലിൽ നശിച്ചിരിക്കുകയാണ്. കർഷകരെ മഴയ്ക്കൊപ്പം സർക്കാരും വഞ്ചിച്ചതോടെ സബ്സിഡി പോലുമില്ലാതെ ദുരിതത്തിലാണിവർ. കൊല്ലത്തിന്റെ പ്രധാന പാടശേഖരങ്ങളിലൊന്നായ ചാത്തനാംകുളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. പെരിനാട് മുതൽ കണ്ടച്ചിറ വരെ നീണ്ടുകിടക്കുന്ന പാടത്ത് വിതച്ചതിന്റെ 4 പോലും വിളവെടുക്കാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. കൊടും ചൂടിൽ വളർച്ചയില്ലാതായ ചെറുപയറും ഉഴുന്നും എള്ളുചെടികളും കർഷകരുടെ ദുഃഖം ഇരട്ടിയാക്കുന്നു. ഞാൻ 2.5 ഏക്കർ കൃഷി ചെയ്തായിരുന്നു. അതിൽ കുറച്ച് ഭാഗം മാത്രമേ എള്ളുകൾ കിളിച്ചുള്ളൂ. അതെല്ലാം ഉപ്പുവെള്ളം കയറി നശിക്കുകയും ബാക്കി ഭാഗം കിളിക്കാതിരിക്കുകയും ചെയ്തു. ചൂട് കൊണ്ട് പയറിട്ടത് അത് നശിച്ചു പോയി, മഴയില്ലാത്തത് കാരണം. ഇതുവരെ അതിനുള്ള സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നെൽകൃഷി ചെയ്തതിൻ്റെയും സഹായങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. 4 മാസമായി നെൽകൃഷി ചെയ്തിട്ട് അത് കൊയ്ത് കഴിഞ്ഞ് അടുത്ത ഇടവേള കൃഷി ചെയ്തു. ഇടവേള കൃഷി ചെയ്ത് ഇത്രയും ഇങ്ങനെ കിടക്കുന്ന ഈ എള്ളെല്ലാം നശിച്ചു പോയി, പയർ നശിച്ചു പോയി. 2 വർഷം മുമ്പത്തെ പ്രളയക്കെടുതിയിൽ തകർന്നുപോയ മേഖല ഒന്ന് നടുനിവർത്തുന്നതിനിടെയാണ് ഇപ്പോൾ കൊടും ചൂടും കർഷകരെ വറുതിയിലാക്കുന്നത്. ലക്ഷങ്ങളാണ് ഇവരുടെ നഷ്ടം. സർക്കാർ പ്രഖ്യാപിച്ച സബ്സിഡി പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കണ്ടച്ചിറ വരുന്ന ഉപ്പുവെള്ളം കയറി സൈഡെല്ലാം തോട്ടിൻ്റെ ബണ്ട് എല്ലാം പൊട്ടി വെള്ളം കയറി ഇതെല്ലാം നശിച്ചു പോവുകയാണ്. നെല്ല് കൃഷി ചെയ്താലും അവിടെ പൊട്ടി, മേൽഭാഗം പൊട്ടി വെള്ളം നിലത്തിൽ കൂടെ ഒഴുകി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാവി 2ാമത് പാവി, പിന്നെയാണ് നട്ടത്. 3 പ്രാവശ്യം പാവി. ഇതുവരെ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരെല്ലാം ഞങ്ങൾ ഒത്തൊരുമയോടെ ചെയ്ത് നിലം തരിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തിലും കൃഷിഭവനിലും ഇതെല്ലാം ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏലായിൽ വെള്ളം എത്തിക്കേണ്ട തോട് വശമിടിഞ്ഞും നികന്നും കാലങ്ങളായി കിടക്കുന്നു. കായലിലെ ഉപ്പുവെള്ളം തോട്ടിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതും വിള നശിക്കാൻ കാരണമാകുന്നുണ്ട്. ഈ കരിഞ്ഞുണങ്ങുന്നതെല്ലാം വലിയ സ്വപ്നങ്ങളാണ്. ഈ കൊടും നഷ്ടത്തിന് പിന്നിൽ കൊടിയ വേനലും ഒപ്പം അധികൃതരുടെ അനാസ്ഥയും കാരണമാകുന്നു. കൊല്ലത്ത് നിന്നും ഹരിക്കും മനോജിനുമൊപ്പം പ്രജിത് മോഹനൻ, ജനം.